പ്രിയപ്പെട്ടവരെ, അനേക വിധത്തിലുള്ള രോഗങ്ങളിലൂടെയും ചില തകർച്ചകളിലൂടെയും ചില പരാജയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ഈ കൺവെൻഷനിൽ ഇരിക്കുന്ന അധികം ആൾക്കാരും. അപ്പോൾ ഈ കൺവെൻഷനിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദിനങ്ങളിലെല്ലാം നാം യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വലിയ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണം, എൻ്റെ വ്യക്തിപരമായ പ്രശ്നത്തിൽ അങ്ങ് കടന്നു വരണം, എൻ്റെ കുടുംബാന്തരീക്ഷത്തിലേക്ക് അങ്ങ് കടന്നു വരണം, എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാവണം. ദൈവമേ, നാളുകളായിട്ട് ഞാൻ കടന്നു പോകുന്ന ഈ സഹനത്തിൻ്റെ അനുഭവമുണ്ടല്ലോ, ഈ കുരിശെടുക്കുന്ന ഒരു അനുഭവം, കർത്താവേ അതൊന്ന് മാറ്റിത്തരണം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരാഗ്രഹമാണ് വ്യക്തി ജീവിതത്തിലെ സഹനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സുന്ദരമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യ വംശത്തിൻ്റെ ചരിത്രം മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ സഹനങ്ങളോട് ഒരു നിസ്സഹകരണം, സഹനത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് ജീവിതത്തെ വിജയപ്രദമാക്കുവാനുള്ള പരിശ്രമത്തിലാണ് ലോകത്തിൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളും ഇസങ്ങളും കടന്നു വന്നത്. പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം ദൈവം ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല. കണ്ണുനീരിൻ്റെ ഉപ്പ് കലർന്നൊരു ജീവിതത്തിലേക്കാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ മാറുവാൻ വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. സഹനത്തിൻ്റെ രസതന്ത്രം എന്താണെന്ന് ആത്മാവിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കി വ്യക്തി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സഹനങ്ങളിലൂടെ വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് ഉയരുവാനാണ് യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം തിരുവചനത്തില് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് അല്ല ക്രിസ്ത്യാനി യേശു നിന്നെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് നിന്റെ നാഥൻ നടന്നു പോയൊരു വഴിയുണ്ടല്ലോ, കുരിശും ചുവലിലേറ്റി ഗാഗുൽത്തായിലേക്ക് നടന്നു കയറിയ അതേ സഹനത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ യേശു എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വച്ചു, സഹനമൊരു അനുഗ്രഹമാണ്. ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ ഒത്തിരിയേറെ വണങ്ങുന്നൊരു ജീവിതമാണ് വിശുദ്ധ റീത്തായുടെ ജീവിതം. വിശുദ്ധ റീത്തയെ കുറിച്ച് പറയുന്നു, അവൾ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയാണ് വിശുദ്ധ റീത്ത. പ്രിയപ്പെട്ടവരെ, യൗവനത്തിൽ ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് കൊതിച്ചവളാണ് അവള്. വളരെയേറെ സൗന്ദര്യമുണ്ട്, നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി. തൻ്റെ മണവാളനായ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഒരു കന്യാസ്ത്രീ ആവുവാൻ വേണ്ടി ആഗ്രഹിച്ച വിശുദ്ധ റീത്ത, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഒരു വ്യക്തിയുമായിട്ട് വിവാഹ കുടുംബ ജീവിതത്തിലേക്ക് അവൾ പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളിയായിട്ട് കടന്ന വ്യക്തി തികഞ്ഞ താന്തോന്നി, മദ്യപാനി, നിരന്തരമായ ചൂത് കളിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത പാപശീലങ്ങളൊന്നുമില്ല. ഈ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഈ റീത്ത പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അനേകം നാളുകൾ പ്രാർത്ഥിച്ച് ഈ മകൻ്റെ മരണത്തിന് മുമ്പ് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വിശുദ്ധ റീത്ത ആ മനുഷ്യൻ്റെ ആത്മാവിനെ സ്വർഗത്തിന് വേണ്ടി, തൻ്റെ ജീവിത പങ്കാളിയുടെ ആത്മാവിനെ സ്വർഗത്തിന് വേണ്ടി നേടി. എന്നാൽ അവർക്ക് 2 ആൺകുട്ടികളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ റീത്ത ശ്രദ്ധിക്കുകയാണ്, മക്കൾ 2 പേരും സംസാരിക്കുന്നു, തങ്ങളുടെ അപ്പൻ്റെ ഘാതകനെ, തങ്ങളുടെ ശത്രുവിനെ വധിക്കണം. അവിടെ ഹൃദയം പിടച്ചു. കാരണം നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ച് ഭർത്താവിന് മാനസാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് മരണത്തിനൊരുക്കിയ റീത്ത തൻ്റെ 2 കുഞ്ഞുമക്കൾ ഇതാ കൈവിട്ടു പോകുന്നല്ലോ എന്നോർത്തപ്പോൾ വീണ്ടും അവിടെ ഹൃദയം സങ്കടം കൊണ്ട് നിറയുക. പ്രിയപ്പെട്ടവരെ, ഈ മക്കളെ കൊണ്ട്, ജീവിത പങ്കാളിയെ കൊണ്ട് ഒത്തിരിയേറെ സഹനത്തിലൂടെ റീത്ത കടന്നുപോയി. അവൾ വീണ്ടും പ്രാർത്ഥിച്ചു, മക്കളുടെ ആത്മാവ് നഷ്ടപ്പെട്ടുകൂടാ. അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ച് അവസാനം വലിയൊരു വാതകം ചെയ്യുന്നതിന് മുമ്പ് ഒരു രോഗത്തിലൂടെ ഇവർ മാനസാന്തരപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെക്ക് ഇവർ ഉയർത്തപ്പെടുകയാണ്. അങ്ങനെ അവരും മരിച്ചതിന് ശേഷം ഈ മകൾ വീണ്ടും അവിടെ ആഗ്രഹം നിവൃത്തിയാകുവാൻ മഠത്തിൽ ചേരുകയും അവിടെ വെച്ച് അവൾ നിരന്തരമായിട്ട് ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു, ഈശോയെ, നിന്റെ തിരുമുറിവുകൾ എണ്ണം എനിക്ക് തരണമേ. അവളുടെ നെറ്റിയിൽ തന്നെ ഒരു തിരുമുറിവ് ഈശോ കൊടുത്തു. പക്ഷേ അസഹ്യമായ ദുർഗന്ധം.
പ്രിയപ്പെട്ടവരെ, കോൺവെന്റിലുള്ള ഒത്തിരി തിരസ്കരണത്തിലൂടെ അവൾ കടന്നുപോയി. പ്രിയമുള്ളവരെ, ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തി മക്കളുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് നേടിയെടുത്തത് വിശുദ്ധ റീത്തയായി അവൾ ഉയർന്നു വന്നത് ജീവിതത്തിലെ സഹനങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്. ജീവിതത്തിൽ കടന്നു വന്ന സഹനങ്ങളോട് യെസ് എന്ന് പറയുവാനുള്ള ഒരാത്മീയ ദർശനം അവിടെ ജീവിതത്തിൽ ദൈവം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കണം, ഇവിടെ ഇരിക്കുന്ന അനേക സഹോദരിമാരുടെ കണ്ണുനീരിനൊരു കാരണമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വഴിപിടിച്ച ജീവിതം നയിക്കുന്നല്ലോ, എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയല്ലോ. ഓരോ രാത്രിയും കണ്ണുനീര് കൊണ്ട് നീ നിന്റെ കിടക്കപ്പായ കുതിർക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി, ദൈവം തരുന്ന സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ സഹനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും അവിടെ സഹനത്തിലൂടെ വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കുടുംബാംഗങ്ങളെ നയിക്കും. അതുകൊണ്ട് ഹൃദയത്തിൽ അടിവരയിട്ട് രേഖപ്പെടുത്തുക, ഈ ധ്യാനമോ കൺവെൻഷനോ കഴിഞ്ഞു പോയാൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളോട് യേസ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കുരിശോട് ചേർന്ന് നിന്ന് സഹനങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തി ജീവിതം അനുഗ്രഹത്തിന് കാരണമായി തീരുക. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ് വലിയൊരു അഭിഷേകത്തിലേക്ക് നമ്മൾ ഉയരുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ മനോഭാവം വേദനയോട് നോ എന്ന് പറയുക. ഇത് ചരിത്രത്തിന്റെ ആരംഭം മുഴുവൻ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തില് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഒരു വിറവിക്കുരുടനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ ചോദിച്ചു, ഗുരു, ഇവൻ അന്ധനായി പിറന്നത് ആരുടെ പാപം നിമിത്തമാ? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ? യഹൂദ ചിന്താഗതി അനുസരിച്ച് രോഗങ്ങളും ദുരിതങ്ങളുടെ പിറകിൽ പാപമാണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. അവരുടെ പൂർവികരുടെ മാതാപിതാക്കളുടെ പാപം നിമിത്തമാണ് തകർച്ചകൾ ഉണ്ടാകുന്നത്, രോഗങ്ങൾ ഉണ്ടാവുന്നത്. യേശു ഈ മനോഭാവത്തെ തിരുത്തുകയാണ്. അവൻ പറഞ്ഞു, ഇവന്റെയോ ഇവരുടെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഓരോ സഹനവേളകളിലും ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ദൈവം ചില പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ അലമുറയിട്ട് ഓടിക്കരഞ്ഞുകൊണ്ട്, കർത്താവേ, എൻ്റെ കർത്താവേ, ഈ സഹനം എനിക്ക് വേണ്ട, എൻ്റെ ഈശോയേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ കമന്ന് കടന്ന് നമ്മൾ നിലവിളിക്കുക. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളെ ഒഴിവാക്കുവാൻ ദൈവം ആർക്കും അനുവാദം തന്നിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു വീടാനുഭവത്തെ കുറിച്ചൊരു പ്രവചനം നടത്തിയ, ഇതാ ഞാൻ ജെറുസലേമിലേക്ക് പോവുക. ഇന്നലെ വരെ ജെറുസലേം അവർക്ക് സുരക്ഷിത സങ്കേതമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. അവിടെ അവൻ എന്നും വിരുന്നുശാലകൾ അവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജെറുസലേമിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോഴേക്കും ശിഷ്യന്മാർക്ക് വലിയ ആവേശമായി, വലിയ സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, അവരങ്ങനെ ജെറുസലേമിലേക്ക് തിരക്കിട്ട് ഓടുമ്പോൾ യേശു അവരെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ജെറുസലേമിൽ വെച്ച് ഇതാ മനുഷ്യപുത്രൻ വധിക്കപ്പെടാൻ പോവുകയാണ്. അവൻ അധികാരികളുടെയും വിജാതിയുടെ കൈരങ്ങൾ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ കുരിശിലേറ്റി വധിക്കും. പത്രോസിന് സഹിക്കാൻ പറ്റിയില്ല. പത്രോസ് യേശുവിനെ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ലേശം വെളിച്ചങ്ങ് മാറ്റി നിർത്തി. എന്നിട്ട് പത്രോസ് യേശുവിനോട് പറഞ്ഞു, ദൈവനാമത്തിൽ ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇതൊന്നും നിന്റെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കട്ടെ, ഈ സഹനം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ. യേശു പത്രോസിനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, സാത്താനേ, നീ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവുക. യേശു വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സഹനത്തിൽ നിന്ന് പിന്മാറുവാൻ പ്രചോദനം നൽകുന്നത് ആരാണ്? തിന്മയുടെ ആത്മാവ്. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഏറെ പേർ വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്നലെ വരെ നിങ്ങളുടെ സഹനങ്ങളെ ഓർത്ത് നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തെ യേശുവിൻ്റെ കുരിശോടൊന്ന് ചേർത്ത് വെച്ച് നിങ്ങൾ അതിനെ ഒന്ന് അംഗീകരിക്കുമ്പോൾ, ഒന്ന് സ്നേഹിക്കുമ്പോൾ, ഒന്ന് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. പലരും പറയാറുണ്ട്, ഞങ്ങളുടെ യാത്രകളിൽ കണ്ടുമുട്ടിയ പല ജീവിതങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമുണ്ട് ബ്രദറെ, ധ്യാനം കൂടി വലിയ സന്തോഷത്തിൽ അനുഭവത്തിൽ കടന്നു പോയിക്കൊണ്ടിരുന്ന പെട്ടെന്ന് കുറച്ച് സഹനമുണ്ടായത്. വിശ്വാസവും നഷ്ടപ്പെട്ടു, പ്രാർത്ഥനാ ജീവിതവും നഷ്ടപ്പെട്ടു, ഭാഷാപരവും പോയി സ്തുതിപ്പും നേട്ടി, പാട്ടും നിന്നു, പള്ളിപ്പോക്കും നിന്നു. പ്രിയപ്പെട്ടവരെ, സഹനമല്ല നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നത്, സഹനത്തോടുള്ള നിന്റെ കാഴ്ചപ്പാട്.
പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന ജീവിതങ്ങളുണ്ട്. സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന ജീവിതങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകം നശിക്കാതിരിക്കുന്നുവെങ്കിൽ, ഇന്ന് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയും, ചില കുടുംബങ്ങളിലുള്ള ചില സഹോദരിമാര്, ചില വ്യക്തികള്, ചില മാതാപിതാക്കന്മാര് ഈ ലോകത്തിന്റെ മുമ്പിൽ ആരും അറിയാകാത്ത സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന ജീവിതങ്ങളിലൂരുന്ന നിലവിളിയുണ്ടല്ലോ. അതിന്റെ മുമ്പിൽ സ്വർഗത്തിന് കാതുകൊട്ട് അടിക്കാൻ പറ്റത്തില്ല. മറ്റാരുടെ മുമ്പിലും നിങ്ങളുടെ വേദനകൾ പങ്കുവെക്കാതെ വലിയ സഹനത്തിലൂടെ തളർന്നു പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ക്രൂശിതനെ മറന്നു പോകുന്നു? ഈ സങ്കടങ്ങളുടെ നെരുപ്പോടെ നിങ്ങളുടെ ജീവിതം ഉമിത്തിയിൽ കിടന്ന് വെന്തുരുകുമ്പോൾ എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, 3 ആണികളിൽ നിനക്ക് മുമ്പേ തൂങ്ങിയവനെ, നിനക്ക് വേണ്ടി മരിച്ചവനെ, രക്തം ചിന്തിയവനെ നിങ്ങൾ മറന്നു പോകുന്നു? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവനെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ജീവിതത്തിലെ കുരിശെടുക്കാതെ, ജീവിതം തരുന്ന കുരിശുകളെ സ്നേഹത്തോടെ സ്വീകരിക്കാതെ, ഈ ലോകം നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കുരിശുകളെ സ്നേഹത്തോടെ നീ സ്വീകരിക്കാതെ, പ്രിയ ജനമേ, ഒരിക്കൽ പോലും ആത്മീയ ജീവിതത്തിൽ സ്വസ്ഥതയോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, അത് ഇത്രമാത്രമാണ്. ഈ സഹനങ്ങളോടുള്ള കാഴ്ചപ്പാടാണ് നിന്റെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളുടെ നൂൽപാലത്തിലൂടെ നീ മുമ്പോട്ട് നയിക്കുമ്പോൾ വിജയപരാജയങ്ങളെ വിലയിരുത്തുന്നത് ഈ സഹനങ്ങളോടുള്ള കാഴ്ചപ്പാടാണ്. സഹനത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആനന്ദമുണ്ട്, അവിടെ ഒരു സമാധാനമുണ്ട്. ആഗാർ എന്നൊരു പെൺകുട്ടിയുടെ സങ്കടത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അബ്രഹാമിന്റെ ദാസിയായിരുന്ന ഹാഗാർ സാറയുടെ നിർബന്ധം അബ്രഹാമിന്റെ ഗിറക്ക പങ്കിട്ട് അവൾ ഗർഭിണിയാകുക. അത് കഴിഞ്ഞപ്പോൾ ഈ സാറയും ആഗാറും തമ്മിൽ ചില ഉരസലുകൾ ഉണ്ടാകുക. അവരുടെ തമ്മിലുള്ള സ്നേഹബന്ധം തകർന്നു, കുടുംബത്തിൽ അസ്വസ്ഥതയായി. ഒരു ദിവസം അബ്രഹാമിന്റെ മുമ്പിൽ പരാതിയുമായിട്ട് സാറ ചെന്നിട്ട് പറഞ്ഞു, ആ ദാസിപ്പെണ്ണുണ്ടല്ലോ, ആ ദാസിപ്പെണ്ണ് ഹാഗാറ്, അവൾ നിമിത്തം ഞാൻ വേദന അനുഭവിക്കുക. അപ്പോൾ അബ്രഹാം പറഞ്ഞു, സാറേ, അവളിപ്പോഴും നിന്റെ ദാസി തന്നെയാണ്, അവളിപ്പോഴും നിന്റെ ദാസി തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സാറ ഇവൾക്കെതിരെ അതിശക്തമായ ഒരു പീഡനം അടിച്ചുവിട്ടു. ഗർഭിണിയായ ഹാഗാറ് നികകളില്ലാതെ ഒരു ദിവസം വീട് വിട്ടിറങ്ങി. അങ്ങനെ അവൾ നടന്ന് ഷൂർ മരുഭൂമിയിലെത്തി. കണ്ണത്താ ദൂരത്തും മരുഭൂമി. ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അവിടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടു. അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണം അറിവില്ല. ഒരിറ്റ് ദാഹജലം അവൾക്കില്ല. മരണത്തെ കണ്ട് അവൾ തളർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ചോദിച്ചു, സാറയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? ജീവിതത്തിന്റെ തിരക്ക് പിടിച്ചോട്ടങ്ങളിൽ ചില സഹനത്തിന്റെ മുനമ്പിലെത്തി നിൽക്കുമ്പോൾ ദൈവം ചോദിക്കും എന്നോടും നിങ്ങളോടും, പ്രിയ മക്കളെ, എങ്ങോട്ടായി തിരക്ക് പിടിച്ചോടുന്നത്? എങ്ങോട്ടായി ഈ ഓട്ടം? ഈ ഓട്ടത്തിൽ ചിലപ്പോൾ ദൈവത്തെ മറന്നുപോകും, ഓട്ടത്തിൽ ദൈവത്തെ കൈവിട്ടു പോകും. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് അവൾ പറഞ്ഞു, ഞാൻ സാറയുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു വരിക. ദൈവത്തിന്റെ ദൂതൻ അവൾക്കൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അവളോട് പറഞ്ഞു, നീ തിരിച്ചു ചെന്ന് സാറായിക്ക് കീഴ്പ്പെട്ടിരിക്കുക. എന്തൊരു ഉപദേശമാണ്! ദൈവം പരിഹാരം നിർദ്ദേശിച്ചത് നീ തിരിച്ചു ചെന്ന് സാറായിക്ക് കീഴ്പ്പെട്ടിരിക്കുക. നിന്റെ ഉദരത്തിൽ വലിയൊരു വംശം അവനെ അനുഗ്രഹിക്കും. പിന്നീട് തുറന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയാം. എന്തുകൊണ്ടാണ് പ്രിയ സഹോദര സഹോദരി നിന്റെ കുടുംബത്തിലെ വേദനയുടെ കാരണങ്ങൾ, നിന്റെ വ്യക്തി ജീവിതത്തിലെ ചില നൊമ്പരത്തിന് കാരണങ്ങൾ? വേദന തരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ആത്മീയതയല്ല. വേദന തരുന്ന സഹനത്തിന്റെ നിമിഷങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമല്ല ക്രിസ്ത്യാനി നീ പരിശീലിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് സഹനങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ല. ദൈവം പറയുക, നീ ആ സാഹചര്യത്തിന് വിധേയപ്പെട്ടിരിക്കുക. വേദന തരുന്ന സാഹചര്യങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, വേദനയ്ക്ക് കാരണമായ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ആ സഹനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം അതൊരു അനുഗ്രഹമാക്കി മാറ്റും.
പിന്നീട് നമുക്കറിയാം ആഗാറിൻ്റെ ജീവിതത്തിൽ അവൻ്റെ സന്തതി പരമ്പരകളിലൊക്കെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു ഉയർത്തുക. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേദനയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമല്ല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അവരെ വിട്ടിട്ട് ഭവനം മാറുകയല്ല നിന്റെ ജീവിത വിളി, ദൗത്യം അതല്ല. നിന്റെ സഹ ശുശ്രൂഷകര്, നിന്റെ കുടുംബത്തില്, നിന്റെ കൂട്ടായ്മയില്, നിന്റെ ദേശത്ത് ചില വ്യക്തികളെയൊക്കെ ദൈവം നിന്റെ വേദനയ്ക്ക് കാരണമായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കില്ല എന്നൊരു തീരുമാനമെടുത്ത് ആ വ്യക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനല്ല പരിശുദ്ധാത്മാവ് പറയുക. മറിച്ച് മകനെ, മകളെ, നീ വേദനയുടെ സാഹചര്യത്തെ അംഗീകരിച്ച് സ്നേഹിച്ച് ആ സഹനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്നാ ദൈവം ഈ സഹനത്തെ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും. എനിക്കേറെ അഭിമാനപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരി, ഇന്ന് അവൾ സ്വർഗത്തിലാണ്. ഒരുപക്ഷെ പേര് പറഞ്ഞാൽ നിങ്ങളറിയും, വിശുദ്ധ അൽഫോൻസാമ്മ. ഈ കേരള സഭയിൽ നിന്ന് നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരി പിതാവിൻ്റെ മുമ്പിൽ വിശുദ്ധിയുടെ മകുടം ചാർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വചനം കൊണ്ട് ജീവിതത്തെ വിശുദ്ധിയുടെ നെറുകയിൽ അവൾ എത്തിച്ചു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വചനം അവൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഗോതമ്പ് മണി നിലത്തു വീണി അഴുകുന്നില്ലെങ്കിൽ അത് അതേ പിടിയിരിക്കും, അഴുകുന്നെങ്കിലോ അത് അനേകർക്ക് ജീവനായി പുതുനാമ്പായി അത് പൊട്ടിമുളയ്ക്കും. അൽഫോൻസാമ്മ ഈ വചനത്തെ സാരാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒന്ന് അഴുകുവാൻ വേണ്ടി അങ്ങ് തീരുമാനമെടുത്തു. ഒരു സന്യാസ സമൂഹത്തിലെ ഒരു കൊച്ചുമുറിയിൽ അവൾക്കുണ്ടായ എല്ലാ അനുഭവങ്ങളെയും എല്ലാ സഹനങ്ങളെയും വ്യക്തി ജീവിതത്തിൻ്റെ അഴുകലിന് വേണ്ടി അവൾ വിട്ടുകൊടുത്തു. ആ സഹനത്തെ കർത്താവ് കണ്ടില്ലേ? ആ സഹനത്തെ ദൈവം കണ്ടില്ലേ? ഇന്നവൾ വിശുദ്ധിയുടെ നെറുകയിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് സഹനത്തിൻ്റെ പുത്രിയെ ഓർത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അഭിമാനം കൊള്ളണം. കാരണം നമ്മുടെ നാഥൻ്റെ പിറകെ അവൾ നടന്നുപോയി. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു സാധാരണ കേരള അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധിയുടെ പറവിലേക്ക് ഉയർന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മച്ചിയായിരുന്ന കേരള സഭ പ്രസവിച്ചു ആദ്യത്തെ കുഞ്ഞ് ആരാ? വിശുദ്ധ അൽഫോൻസാമ്മ. ഇന്ന് നോക്കിക്കേ, സഭയിൽ പുതിയ പുതിയ കുഞ്ഞുങ്ങൾ വരിക. യൗപ്രാസ്യാമ്മ, ചാവറ കുര്യാക്കോസ് അച്ഛൻ, ഈ വിശുദ്ധ നിര ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ആരെല്ലാം സഹനത്തെ ഏറ്റെടുത്തോ, സഭയുടെ കാര്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചോ, അവിടെയെല്ലാം വലിയ അത്ഭുതങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ കാലയളവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും നോക്കി ഈ സമയത്ത് പറയുന്നൊരു സന്ദേശമുണ്ടല്ലോ. പ്രിയ കുഞ്ഞേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ സഹനത്തെ ഓർത്ത് നീ നിരാശപ്പെടരുത്. നിന്റെ സഹനത്തെ ഓർത്ത് നീ തളർന്നു പോകരുത്. നിത്യതയുമായിട്ട് അത് തുലനം ചെയ്യണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നമ്മളുടെ കഷ്ടതകൾ എത്രയോ നിസാരമാ. ഇന്നത്തെ കഷ്ടതകൾ നിത്യതയുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ അതെത്രയോ നിസാരമാ. നിത്യതയുമായിട്ട് ബന്ധപ്പെടുത്തണ സഹനം. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേൽ ജനത്തിനുണ്ടാകുന്ന ഒരു അനുഭവം. മോശ ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേൽ ജനത്തെ ഷൂർ മരുഭൂമിയിലേക്ക് നയിച്ചു. 3 ദിവസത്തെ വഴിയാത്ര നടന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിശക്തമായ ദാഹം. നമുക്കറിയാം, ഇവിടെ ഇരുന്നിട്ട് ഈ ചൂടത്ത് നമ്മൾ എത്രമാത്രം വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ 3 ദിവസം ഒരു തുള്ളി ജലമില്ലാതെ ഇസ്രായേൽ ജനം ഷൂർ മരുഭൂമിയിലൂടെ മുകളിൽ കത്തിക്കാളുന്ന സൂര്യൻ, താഴെ ചുട്ടുപടുത്ത മണല്, വീശിയടിക്കുന്ന മണൽക്കാറ്റും, ഇതിനിടയിൽ ഇസ്രായേൽ ജനം തകർന്നപ്പോൾ അവരിങ്ങനെ 3-ാമത്തെ ദിവസം മാറാ എന്നൊരു സ്ഥലത്തെത്തി. മാറായിൽ അവർ നോക്കുമ്പോണ്ടല്ലോ വലിയൊരു തടാകം. ലക്ഷക്കണക്കിന് ജനമുണ്ട് മോശയുടെ കൂടെ. അവർക്ക് സന്തോഷമായി. അവർ ഓടിച്ചെന്ന് എല്ലാവരും കയ്യിൽ വെള്ളം കോരി വായിലേക്ക് ഒഴിച്ചു. പ്രിയപ്പെട്ടവരെ, വായിലേക്ക് ഒഴിച്ച വെള്ളം ഒരാടെയും തൊണ്ടയിലേക്ക് ഇറങ്ങിയില്ല. കാരണം മാറായിലെ ജലം കയ്പ് നിറഞ്ഞതാ. അവരെല്ലാം തുപ്പിക്കളഞ്ഞു. അവർ മോശയ്ക്കെതിരെ വിറുവിറുത്തു. മോശ ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിച്ചു. ദൈവം അവനോട് പറഞ്ഞു, മോശേ, നീ എന്നെ നോക്കി നിലവിളിക്കാതെ അടുത്ത് കടക്കുന്ന ഒരു തടി കാണിച്ചിട്ട് ദൈവം പറഞ്ഞു, അതെടുത്ത് നീ ആ ജലത്തിലിട്. അത് ജലത്തിലിട്ടതേ ആ ജലം മധുരിതമായി മാറി. എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയ ജനമേ, നിന്റെ ജീവിതത്തിലുണ്ടോ മാറായുടെ കയ്പ് പോലെ കയ്പ് നിറഞ്ഞതാണോ നിന്റെ ജീവിതം? സഹനത്തിന്റെ കണ്ണുനീരിന്റെ ഉപ്പ് കലർന്നതാണോ നിന്റെ ജീവിതം? എന്തിനിങ്ങനെ ഒരു ജീവിതം എന്നോർത്ത് നിലവിളിച്ചിട്ടുണ്ടോ?
ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ചില തീരുമാനങ്ങളും പ്രവൃത്തികളും എടുത്തവരും പരാജയപ്പെട്ടവരുമില്ലേ? മാറായിലെ കയ്പ് പോലെ കയ്പ് നിറഞ്ഞ ആ വെള്ളത്തെ മധുരിതമാക്കുവാൻ ഒരു ഉണങ്ങിയ മരക്കഷ്ണത്തിന് സാധിച്ചുവെങ്കിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയ ജനമേ, മാറായിലെ കയ്പ് പോലെ കയ്പ് നിറഞ്ഞ നിന്റെ ജീവിതത്തെ മധുരിതമാക്കുവാൻ യേശു കാൽവരിയിൽ ഉയർത്തിയ കുരിശ് നിന്റെ ജീവിതത്തോട്, നിന്റെ നെഞ്ചകത്തോട് നീ ചേർത്ത് പിടിക്കണം. നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീര് ഇരുമിഴികളും ചാലുകീറി ഒഴുകുമ്പോൾ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലോട്ട് ചേർന്ന് നിന്നിട്ട് പറയണം. അവൻ യേശയ്യാവിന്റെ പ്രവചനം 53:4 പറയുന്നു, അവൻ നമ്മുടെ വേദനകളാണ് വഹിച്ചത്, അവൻ നമ്മുടെ സഹനങ്ങളാണ് ഏറ്റെടുത്തത്, നമ്മുടെ കണ്ണുനീരാണ് അവൻ തൻ്റെ കുരിശോട് ചേർത്ത് വെച്ചത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ യേശുവിനോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ കുരിശിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ആ സഹനത്തിൻ്റെ ആന്തരിക അർത്ഥം, അതിൻ്റെ രസതന്ത്രം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. സഹനം ഇത്ര അനുഗ്രഹമാണെന്ന് ദൈവവചനം വെളിപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് ഈ സഹനത്തെ നമുക്ക് അംഗീകരിക്കാനും സ്നേഹിക്കാനും പറ്റുന്നില്ല? ഒരൊറ്റ കാരണമുള്ളൂ, സഹനം നമ്മൾ ആരുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത്? സഹനത്തെ നിങ്ങൾ ആരുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു? യേശുവിൻ്റെ ജീവിതത്തെ നോക്കുക. ജനനം മുതൽ ആ കുടുംബം വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്നത്. അമ്മയ്ക്ക് പ്രസവിക്കാൻ ഒരിടമില്ല. ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവിനാൽ സംശയിക്കപ്പെട്ടു. ജനിച്ചു വീണ ചോരക്കുഞ്ഞിന്റെ ജീവൻ എടുക്കുവാൻ ഹെറോദോസ് പടയാളികളെ വിടുന്നു. ഈജിപ്തിൽ ഒരു പരദേശിയെ പോലെ ജീവിക്കുന്നു. ജീവിതത്തിന്റെ സഹനങ്ങളിലൂടെ മാത്രം പോയവൻ അവൻ പറഞ്ഞു, എനിക്കൊരു സ്നാനമേൽക്കുവാനുണ്ട്, അതേക്കുവോളും എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. യേശു പറഞ്ഞ സഹനമിതാണ്. അവൻ്റെ കാൽവരി കുരിശിലെ ആ സഹന നദിയിലൊന്ന് മുങ്ങിത്താങ്ങുന്ന ഒരു പുനർജീവനത്തെക്കുറിച്ച് യേശു പറഞ്ഞത്. യേശുവിൻ്റെ ജീവിതത്തിൽ യേശു സഹനങ്ങളെ സ്വീകരിച്ചത് ദൈവകരങ്ങളിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, അവൻ കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ചപ്പോൾ അവന് വേണമെങ്കിൽ പറയാമായിരുന്നു, എന്നെ ഈ കുരിശ് മരണത്തിന് വിധിച്ചത് പീലാത്തോസാണ്, അല്ലെങ്കിൽ എന്നെ സ്നേഹ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദാസാണ്, എന്നെ തള്ളിപ്പറഞ്ഞ പത്രോസാണ്, പടയാളികളാണ്. പക്ഷേ യേശു പറഞ്ഞു, എൻ്റെ പിതാവ് തരുന്ന പാനപാത്രം ഈ കാസ ഞാൻ കുടിക്കേണ്ടതല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സഹനങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. നിന്റെ വേദനയുടെ കാരണം ജീവിത പങ്കാളിയായിക്കൊള്ളട്ടെ, സഹ ശുശ്രൂഷകരോ, ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരോ, സമൂഹത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളിൽ നിന്നൊരു സഹനം കടന്നു വരുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഈ സഹനം സ്വീകരിച്ചാൽ നിങ്ങൾ ആത്മീയമായിട്ട് തളർന്നു പോകും. ആ വ്യക്തിയോട് ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും കടന്നു വരും, നിങ്ങളുടെ സന്തോഷവും നഷ്ടപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സഹനം സ്വീകരിക്കുക. യേശു സഹനത്തെ സ്വീകരിച്ച പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന്, അവൻ കുരിശ് മരണത്തെ സ്വീകരിച്ചത് പിതാവിന്റെ കരങ്ങളിൽ നിന്ന്, ആ ചമ്മട്ടിയുടെ അവൻ സ്വീകരിച്ചത് പിതാവിന്റെ കരങ്ങളിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് സഹനത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഇന്നോളം പരാജയം കടന്നു വന്നിട്ടില്ല. അവരെല്ലാം വിശുദ്ധാത്മാക്കളെന്ന് പിന്നീട് ലോകം അവരെ നോക്കി പറഞ്ഞു. നിങ്ങൾ എടുത്തു പരിശോധിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സഹനങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പഠിക്കുക. വ്യക്തികളിൽ നിന്ന് സഹനത്തെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പരാജയത്തിൻ്റെ അടിമത്തത്തിലേക്ക് കടന്നു പോകും. ദൈവത്തെ ആരാധിക്കാൻ സന്തോഷമാണെങ്കിൽ ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞേ, പല സന്തോഷത്തോടെ പറഞ്ഞേ, പാടി ആരാധിക്കാം. സന്തോഷത്തോടെ ഈ ഒരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദരേ, ദൈവത്തിനായി ജീവിക്കാം. സഹോദര പാടിക്കേ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാടാം നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തെ
ക്രിസ്ത്യനായി ജീവിക്കാം. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം നാം യേശുരാജനെ. ശക്തമായി കരമടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തുതി ആരാധന സമയങ്ങളിൽ ദൈവം വർഷിക്കുകയാണ്. ശരീരം ഇളക്കി ആരാധിക്കാം. ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവരെ ചെറുതായിട്ട് ഇവിടെ ഒന്ന് പിടിച്ച് നമ്മൾ ഇവിടെ കൊണ്ടിരുത്തുമ്പോൾ അവർ നമ്മളോട് പറയണേ മോളെ നന്ദി താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഉണ്ടാകുന്നൊരു സന്തോഷം അതൊരു വേറെ തന്നെയാണ്. ഞാനിവിടെ ധ്യാനം കൂടിയതിൻ്റെ ഫലമായി എൻ്റെ നടുവേദന മാറി എനിക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും ആശ്വാസവും ലഭിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. Spirit